തെറ്റുകൾ അതെ മനസ്സിൽ അയ്യോ ഞാൻ ചെയ്തത്, ഞാൻ പറഞ്ഞത്, ഞാൻ നോക്കിയത് ഹല്ലേലൂയ ചെയ്തത് തെറ്റായി പോയി എന്നൊരു ബോധ്യം പലർക്കും ഈ ദിവസങ്ങളിൽ ഉണ്ടാകുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു ഹല്ലേലൂയ നീ നിന്നെ തന്നെ എപ്പോഴും ശുദ്ധീകരിക്കണം. നാം നമ്മെ തന്നെ ഒരുക്കുവാൻ നാം കണ്ണാടിയിൽ നോക്കാറുണ്ട്. കണ്ണാടിയിൽ നോക്കി നമ്മുടെ കുറവുകളെ പരിഹരിച്ച് നാം നമ്മെ തന്നെ കൂടുതൽ ഒരുക്കാറുണ്ട്. ദൈവത്തിന്റെ വചനം ഒരു കണ്ണാടിയാണ്. നമ്മെ തന്നെ ശുദ്ധീകരിക്കാനുള്ള കണ്ണാടിയാണ് ദൈവം തന്നിരിക്കുന്ന കണ്ണാടിയാണെന്ന് ദൈവത്തിന്റെ വചനം. ഈ ദിവസങ്ങളിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ ശുദ്ധി പ്രാപിച്ച ദൈവത്തിലെ നിന്നെ തന്നെ ഒരുക്കുവാൻ, നിന്നെ തന്നെ രൂപപ്പെടുത്തുവാൻ, നിന്നിലേക്ക് മടങ്ങി വരുവാൻ ദൈവവചനമാകുന്ന കണ്ണാടിയിൽ നോക്കി നാം എപ്പോഴും നമ്മളെ തന്നെ എന്ത് ചെയ്യണം? ശുദ്ധീകരിക്കണം. കർത്താവിന്റെ സ്തോത്രം. അടുത്തായിട്ട് 1-ാം മാസം 1-ാം തീയതി എസ്രായേൽ പുസ്തകം 10:17. ഞാൻ വായിക്കുവാൻ താല്പര്യപ്പെടുന്നില്ല. ബാബിലോണിൽ നിന്നും മടങ്ങി വന്ന അതേ പുരോഹിതന്മാർ, ദൈവത്തിന്റെ പുരോഹിതന്മാരെത്തി ഇത് ജാതികളുമായി ഇടകലർന്നു. ജാതികളിൽ നിന്നും സ്ത്രീകളെ എടുത്തു. എസ്രാ പുരോഹിതൻ അവരോട് വിളിച്ചു പറയാണ്, നിങ്ങൾ അവരിൽ നിന്നും വേർപെടണം. സ്തോത്രം. വേർപാട്. 1-ാം മാസം 1-ാം തീയതി ഇസ്രായേൽ മക്കളെ സംബന്ധിച്ച്, ദൈവത്തിന്റെ പുരോഹിത വർഗത്തെ സംബന്ധിച്ച് അതൊരു വേർപാടിന്റെ ദിനമായിരുന്നു. വരക്കാലം ദൈവത്തിന്റെ ആത്മാവ് ടോൾവത്തിലെ സഭയോട് വിളിച്ചു പറയുന്നു, നീ പാപപരിഹാരം അതെ നീ കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു എന്നുള്ളത് ശരിയാ, നീ ഓരോ ദിവസവും ശുദ്ധീകരിക്കുന്നു എന്നുള്ളത് ശരിയാ, പക്ഷെ നീ ഇപ്പോഴും വേർപെടുന്നില്ല. സ്തോത്രം. ഹല്ലേലൂയ. വേർപാട് ഈ ദിവസങ്ങളിൽ ഏറ്റവും ആവശ്യമാണ്. ഭേദാഭേദങ്ങളെ തിരിച്ചറിയുവാനുള്ള ആത്മിക കണ്ണ് ഈ ദിവസങ്ങളിൽ തുറക്കപ്പെടണം. ഹല്ലേലൂയ. പലപ്പോഴും പലതും തെറ്റാണെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. എന്നാൽ ദൈവവേദിയിലെ അത് നിന്നെ ഹല്ലേലൂയ മുഷിപ്പിക്കുന്നതാണെന്ന്, നിന്റെ മേൽ കളങ്കം ചാർത്തുന്നതാണെന്ന് കാണുവാനുള്ള ആത്മിക കണ്ണുകൾ ഈ ദിവസങ്ങളിൽ ദൈവം തുറക്കുവാൻ നീ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ഭേദാഭേദങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഉപേക്ഷിക്കേണ്ടതിനെ ഉപേക്ഷിക്കുവാൻ, ആമേൻ ഹല്ലേലൂയ, അകന്നു നിൽക്കേണ്ടതിനെ അകന്നു നിൽക്കുവാൻ കർത്താവ് ദിവസങ്ങളിൽ വേർപാടിന്റെ നിയമം 1-ാം മാസം 1-ാം തീയതി ദൈവത്തിന്റെ മക്കളോട് വെക്കുന്നു. പ്രൈസ് ദി ലോർഡ്. സമയമില്ലല്ലോ, അടുത്ത ഭാഗത്തേക്ക് നമുക്ക് കടക്കാം. യെശയ്യായുടെ പുസ്തകം 7:9. 1-ാം മാസം 1-ാം തീയതി ബാബേലിൽ നിന്ന് യാത്ര പുറപ്പെട്ടു. 1-ാം മാസം 1-ാം തീയതി. അടുത്ത വാക്കുകൾ വായിച്ചിട്ട്. ദൈവത്തിന്റെ കൈ തനിക്ക് അനുകൂലമായിരുന്നു. ഈ വർഷത്തിൽ എനിക്ക് തരാനുള്ള പ്രോമിസ നമുക്ക് സ്റ്റെപ്പുകൾ മുന്നോട്ട് വെക്കണം. ഹല്ലേലൂയ. നീ ഇന്നും ബാബേലിൽ നിന്നുകൊണ്ട് ദൈവത്തിന്റെ കൃപ പ്രാപിക്കാമോ എന്ന് വാഞ്ചിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നുണ്ടോ? ഹല്ലേലൂയ. കൃപ പ്രാപിച്ച ദൈവത്തിലെ, പാപപരിഹാരം പ്രാപിച്ച ദൈവത്തിലെ, ഓരോ ദിവസവും വിശുദ്ധീകരിക്കപ്പെടുന്ന ദൈവത്തിലെ, പലതിനെയും വേർപെട്ട ദൈവത്തിലെ നീ ഇനി അവിടെ നിൽക്കാനുള്ളവനല്ല, നീ മടങ്ങി വരാനുള്ള, നീ അവിടെ നിന്ന് വിട്ടിറങ്ങേണ്ട ദിവസമാണ്. വളരെയധികം പ്രസംഗിക്കേണ്ട ഒരു വിഷയമാണ്. ബാബേലിൽ നീ നിൽക്കുന്നിടത്തോളം കാലം ദൈവം നമ്മോട് പറയുന്നു, എനിക്ക് നിന്നോട് നേരിട്ട് ഇടപെടാൻ ബുദ്ധിമുട്ടാണ്. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. എന്റെ സ്ഥലം ഇസ്രായേലാ, നീ ബാബേലിൽ നിൽക്കാനുള്ളവനല്ല, ഇസ്രായേലിലേക്ക് വരേണ്ടവനാ. ഹല്ലേലൂയ. നീ ദൈവത്തിന്റെ ജനമായി നീ വേർതിരിക്കപ്പെടേണ്ടവനാ. നീ നിന്നെ തന്നെ ഒന്ന് ശുദ്ധീകരിക്കപ്പെടേണ്ടവനാ. നീ നിന്നെ തന്നെ ഒന്ന് വ്യത്യാസപ്പെടുത്തേണ്ടവനാ. ഹല്ലേലൂയ. ഈ നാളുകളിൽ പലരും ദൈവത്തെ ബാബേലിലേക്ക് കൊണ്ടുവരിക. നോ. ഹല്ലേലൂയ. സ്തോത്രം. പലപ്പോഴും ബാബേലിൽ ഇരുന്നുകൊണ്ടുള്ള നിന്റെ നിലവിളി അവൻ കേട്ടിട്ടുണ്ട്, കാര്യം ശരിയാ, പക്ഷേ ബാബേൽ നിനക്ക് എന്നും നിൽക്കാനുള്ള സ്ഥലമല്ല. സ്തോത്രം. ബാബേൽ എന്നും നിനക്ക് നിൽക്കാനുള്ള സ്ഥലമല്ല. ഹല്ലേലൂയ. യുവർ ഡെസ്റ്റിനേഷൻ ഈസ് കനാൻ. യുവർ ഡെസ്റ്റിനേഷൻ ഈസ് ഹല്ലേലൂയ ഇസ്രായേൽ. ദിവസങ്ങളിൽ നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ ഡെസ്റ്റിനേഷൻ എങ്ങോട്ടേക്കാ. ഹല്ലേലൂയ. പല അർത്ഥങ്ങളിലേക്ക് ഈ ഭാഗത്തെ വ്യാഖ്യാനിച്ച് മനസ്സിലാക്കേണ്ടത് ആവശ്യമാണെങ്കിലും സമയത്തിന്റെ ചുരുക്കം. ആമേൻ. ഹല്ലേലൂയ. വിശുദ്ധിയിലും വേർപാടിലും ജീവിക്കുന്ന ദൈവത്തിലെ ബാബേലിൽ നിനക്ക് പറ്റത്തില്ല. നെബൂഖദ്നേസർ നിന്നെ ഞെരുക്കും, അവൻ നിന്നെ പാപം ചെയ്യാൻ പ്രേരിപ്പിക്കും. ദാര്യാവേശ് നിന്നോട് പറയും, നീ ഇത് കഴിക്ക്, ഇത് തിന്ന്, ഇത് കുടിക്ക്, നീ ഇങ്ങനെ ചെയ്യ്, ഇത് ഇങ്ങനെ ആരാധിക്ക്, നീ ഇങ്ങനെ നമസ്കരിക്ക്. ബാബേലിൽ നിൽക്കുന്നിടത്തോളം കാലം നിനക്ക് അവന്മാരെ അനുസരിച്ചേ പറ്റത്തുള്ളൂ. വേർപെട്ട ദൈവമക്കളെ, നീ ബാബേലുമായിട്ടുള്ള ബന്ധപ്പെടണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അന്യാരാധനയുടെ കെട്ടുകളിൽ നിന്നും ദൈവമക്കൾ സ്വതന്ത്രമാകണം. പാരമ്പര്യത്തിന്റെ കെട്ടുകളിൽ നിന്നും ഈ ദിവസങ്ങളിൽ ദൈവമക്കൾ സ്വതന്ത്രമാകണം. 2010 ബാബേലിന്റെ സ്വാതന്ത്ര്യത്തിനുള്ള ഒരു ദിനമായി മാറട്ടെ.
പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അടുത്ത വാക്യം ആമേൻ സ്തോത്രം. ബാബേലിന്റെ അടുത്ത വാക്യം വായിക്കാമോ? എസ്രായേലിന്റെ 9. ഒന്നാം മാസം 1-ാം തീയതി ബാബേലിൽ നിന്ന് യാത്ര പുറപ്പെട്ടു. തന്റെ ദൈവത്തിന്റെ കൈ തനിക്ക് അനുകൂലമായിരുന്നതുകൊണ്ട്. എന്നെ വളരെ ടച്ച് ചെയ്തൊരു വേർഡാണിത്. സ്തോത്രം. ബാബേലിൽ നിന്നും നമ്മുടെ സ്വന്തം ശക്തി കൊണ്ട് നമുക്ക് യാത്ര തിരിക്കാൻ പറ്റത്തില്ല. സ്തോത്രം. ബാബേലിൽ നിന്നും യാത്ര തിരിക്കാൻ വളരെ ഡിഫിക്കൽട്ടാണ്. നമുക്കറിയാം മിസ്രൈമിൽ നിന്നും ഇസ്രായേൽ മക്കൾ യാത്ര തിരിച്ചപ്പോൾ എന്തായിരുന്നു ഉണ്ടായിരുന്നത്? അവരെ വിടാതെ വണ്ണം ഫറവോൻ എന്ത് ചെയ്തു? അവരുടെ പിറകെ വന്നു. അതുപോലെ ബാബേലിൽ നിന്നും ഇസ്രായേൽ മക്കൾക്ക് യാത്ര തിരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ചില വർഷങ്ങളായിട്ട് അവർ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, ഒരുങ്ങിക്കൊണ്ടിരിക്കുക, പറ്റുന്നില്ല. അവസാനം ഹല്ലേലൂയ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ഉപവസിച്ച് കരഞ്ഞപ്പോൾ ദൈവം എന്ത് ചെയ്തു? ദൈവം തന്റെ കൈ അവരുടെ മേൽ വെച്ചു. ദൈവത്തിന്റെ കൈ ഹല്ലേലൂയ ദൈവത്തിന്റെ മക്കളുടെ മേൽ വന്നപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്തു? ബാബേലിൽ നിന്നും അവർ ഇറങ്ങി തിരിച്ചു. എനിക്കറിയാം ഈ നാളുകളിൽ പലർക്കും ആഗ്രഹമുണ്ട് എങ്ങനെങ്കിലും ബാബേലിൽ നിന്ന് വിട്ടിറങ്ങണമെന്ന്, എങ്ങനെങ്കിലും ബാബേലിൽ നിന്ന് ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെക്കണമെന്ന് ആഗ്രഹമുണ്ട്. പറ്റുന്നില്ല. ഇന്ന് വൈകാലം ദൈവത്തിന്റെ ദൂത്, നീ ദൈവത്തിന്റെ കരത്തിന്റെ അവന്റെ വലങ്കരം നിന്റെ മേലെന്ന് വെക്കാമെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള കൃപ നിനക്ക് തരും. സ്തോത്രം. ഹല്ലേലൂയ. ബാബേലിൽ നിന്നും ചുവടുവെക്കുവാൻ ആവശ്യം ദൈവത്തിന്റെ കൈ നമുക്ക് അനുകൂലമാണെങ്കിൽ, ദൈവം നമ്മോടുകൂടെ ഇല്ലെങ്കിൽ നമുക്ക് യാത്ര തിരിക്കാൻ പറ്റത്തില്ല. അവന്റെ കൈ നമുക്ക് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ പാർസി രാജാവ് ഹല്ലേലൂയ പാർസി രാജ്യത്തിന്റെ പ്രഭു അവൻ ഹല്ലേലൂയ വാളുമായിട്ട് വന്നാൽ ദൈവത്തിന്റെ കൈ എന്ത് ചെയ്യും? അവനെ വെട്ടും. നെബൂഖദ്നേസർ അവരുടെ പിറകെ വന്നാൽ, ഫറവോന്റെ ശക്തികൾ അവരുടെ പിറകെ വന്നാൽ, ദാരിയാവേശിന്റെ ശക്തികൾ അവരുടെ പിറകെ വന്നാൽ ദൈവം എന്ത് ചെയ്യും? അവർക്കെതിരെ യുദ്ധം ചെയ്യും. ഇവരെക്കാലം എന്തുകൊണ്ട് ചുവടുകൾ വെക്കാൻ പറ്റുന്നില്ല? ഹല്ലേലൂയ. ദൈവത്തിന്റെ കൈ ദിവസങ്ങൾ നമുക്ക് ആവശ്യമാണ്. കർത്താവേ ഹല്ലേലൂയ എനിക്ക് ആഗ്രഹമുണ്ട് ചുവടുകൾ വെക്കണമെന്ന്. കർത്താവേ സ്തോത്രം. എനിക്ക് പറ്റുന്നില്ല, എന്റെ സ്വന്തം കഴിവുകൾ കൊണ്ട് പറ്റുന്നില്ല. സ്തോത്രം. എന്നെ പുറകോട്ട് വലിക്കുന്ന ശക്തികൾ ഒത്തിരിയാ, പ്രാർത്ഥിച്ചോട്ടെ. കർത്താവേ എനിക്ക് നിന്റെ കൈ വേണം. ഹല്ലേലൂയ. സ്തോത്രം. അടുത്തതായിട്ട് ഉൽപ്പത്തി പുസ്തകം 8:13. Genesis chapter 8 verse 13. 1-ാം മാസം 1-ാം തീയതി ഭൂമിയിൽ വെള്ളം വറ്റിപ്പോയിരുന്നു. പെട്ടകത്തിന് മേൽപോട്ട് നീക്കി ഭൂതലം ഉണങ്ങിയിരിക്കുന്നു എന്ന് കണ്ടു. 2-ാം മാസം മതി ഉള്ള ഭാഗം വായിക്കുമ്പോൾ നമുക്കറിയാം 1-ാം മാസം 1-ാം തീയതി എന്ത് ചെയ്തു? ജലപ്രളയം നിന്ന ദിവസമാണ്. നമുക്കറിയാം നോഹയുടെ കാലത്ത് വർഷത്തിൽ പാപം ചെയ്ത ജനത്തെ നശിപ്പിക്കുവാൻ ദൈവം എന്ത് ചെയ്തു? ഒരു പ്രളയത്തെ അയച്ചു. പക്ഷെ ആ പ്രളയം അനേകരുടെ ജീവനെ അപഹരിച്ചപ്പോൾ, അനേകർക്ക് നാശം വിതച്ചപ്പോൾ വിശ്വസിച്ച് വേർപെട്ട ഇറങ്ങിത്തിരിച്ച പെട്ടകത്തിനുള്ളിൽ കടന്ന ദൈവമക്കൾക്ക് എന്തായിരുന്നു? അത് വിടുതലായിരുന്നു. ഹല്ലേലൂയ. സകലത്തെയും നശിപ്പിച്ചപ്പോൾ, സകലത്തെയും സംഹരിച്ചപ്പോൾ ഹല്ലേലൂയ 1-ാം മാസം 1-ാം തീയതി എന്ത് ചെയ്തു? ദൈവമക്കളെ സംബന്ധിച്ച് ഒരു വലിയ വിടുതലിന്റെ ദിവസമായിരുന്നു. എന്താണ്? ഹല്ലേലൂയ. ദൈവത്തിന്റെ കോപം നിന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ മക്കൾ സ്വതന്ത്രമായി. സ്വതം. ഹല്ലേലൂയ. വാത്സല്യ സഹോദരി സഹോദരന്മാരെ, പ്രിയ രാജപ്രഭു ഓർപ്പിച്ച പ്രകാരം ഹല്ലേലൂയ ചുറ്റും നീ പലതും കേൾക്കും, പലതും കാണും. ഹല്ലേലൂയ. അത് ഞാൻ കഴിഞ്ഞ ദിവസം ഓർപ്പിച്ചു. 2010 സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഇയർ അല്ല. ഹല്ലേലൂയ. ഇപ്പോൾ തന്നെ ബ്രിട്ടന്റെ പൗണ്ടിനേക്കാൾ യൂറോ വളരെയധികം കൂടിക്കൊണ്ടിരിക്കുന്നു. സാമ്പത്തിക മാന്ദ്യം വളരെയധികം പിന്നെയും ആക്രമിക്കും. ചില സാമ്പത്തിക വിദഗ്ധര് ഇപ്രകാരം പ്രവചിക്കുന്നു, 2020 ആകുമ്പോഴത്തേക്കും ഇന്ത്യ, ചൈന തുടങ്ങിയ രാഷ്ട്രങ്ങൾ ഈ രാഷ്ട്രങ്ങളെക്കാൾ വലുതായി മേൽത്തട്ടിൽ നിൽക്കും. നമ്മളൊക്കെ ഇവിടെ വിട്ട് തിരിച്ചു പോകുമെന്ന്. ഹല്ലേലൂയ. സ്തോത്രം. വാത്സല്യ സഹോദരി സഹോദരന്മാരെ, ഹല്ലേലൂയ. പക്ഷെ നീ ഭാരപ്പെടേണ്ട ആവശ്യമില്ല, നീ വേദനപ്പെടേണ്ട ആവശ്യമില്ല. 2009 പലരുടെയും പലതും നഷ്ടമായി, പല കുലീനന്മാർക്ക് പലതും നഷ്ടമായി. സ്തോത്രം. എന്നാൽ നീ പേടിക്കണ്ട, നീ ഭാരപ്പെടേണ്ട. നീ അവനോടൊപ്പം ജീവിക്കുവാണെങ്കിൽ, നീ പാപപരിഹാര യാഗത്തിലൂടെ, നീ ശുദ്ധീകരണത്തിലൂടെ, നീ വേർപാടിലൂടെ നീ വിട്ടിറങ്ങാമെങ്കിൽ അവൻ നിന്നെ എന്ത് ചെയ്യും? ഹല്ലേലൂയ. അവൻ നിന്നെ സഹായിക്കും. അവൻ നിന്നോട് നിയമം ചെയ്യും. നോഹയോടും കുടുംബത്തോടും ദൈവം എന്ത് ചെയ്തു? സകലത്തെയും നശിപ്പിച്ചു. കാര്യം ശരിയാ.
ഹല്ലേലൂയ. പെട്ടകത്തിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ദൈവം അവരോടൊരു നിയമം ചെയ്തു. നിങ്ങൾ ഇനിയും പേടിക്കേണ്ട ആവശ്യമില്ല. ഇതുപോലൊരു നാശം നിങ്ങൾ ഇനിയും കാണത്തില്ല. ഇതുപോലൊരു ന്യായവിധി നിങ്ങൾ ഇനിയും കാണത്തില്ല. ഇതുപോലൊരു പ്രശ്നത്തിലൂടെ നിങ്ങൾ ഇനി അഭിമുഖീകരിക്കത്തില്ല. അവനുമായിട്ടൊരു നിയമം ചെയ്തു. 1-ാം മാസം 1-ാം തീയതി ദൈവജനത്തിന് വിടുതലിന്റെ ദിവസമാ. ദൈവജനത്തിന് വിടുതലിന്റെ ദിവസമാ. പെട്ടകം ഹല്ലേലൂയ അത് കരക്കെടുത്ത ദിവസമാ. സ്തോത്രം. ഹല്ലേലൂയ. മഴ നിന്ന ദിവസമാ. പ്രളയം നിന്ന ദിവസമാ. ഹല്ലേലൂയ. വരണ്ട നിലത്തൂടെ നടന്ന ദിവസമാ. ഈ 2010 ആരംഭ